തെലുങ്ക് സിനിമാ രംഗത്തെ മുൻനിര നടിയാണിപ്പോൾ രശ്മിക മന്ദാന. ഏതു വേഷവും അനായാസം ചെയ്യാൻ കഴിവുള്ള താരത്തിന് നിരവധി ആരാധകരുമുണ്ട്. ഇപ്പോഴത്തെ പ്രശസ്തിയുടെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും രശ്മികയെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്ത ആരാധകരെ ഏറെ ഞെട്ടിപ്പിക്കുകയാണ്. തെന്നിന്ത്യയുടെ ക്യൂട്ട് സുന്ദരിയായി അറിയപ്പെടുന്ന നടി സാമന്ത റൂത്ത് പ്രഭുവിന് ത്വക്കുരോഗം വന്നത് വലിയ വാർത്തയായിരുന്നു. മയോടൈസ് എന്ന രോഗമായിരുന്നു സമാന്തയ്ക്ക് വന്നത്. ഇതിന്റെ ചികിത്സയിലായിരുന്നു നടി. എന്നാൽ സമാനമായ രീതിയിൽ രശ്മികയ്ക്കും ചില ത്വക്കുരോഗങ്ങൾ വന്നുവെന്നാണ് പുതിയ വാർത്തകൾ വ്യക്തമാക്കുന്നത്. താരം തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു എന്നാണ് വാർത്തകളിൽ പറയുന്നത്. മേക്കപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്ന് രാസവസ്തുക്കൾ ചേർക്കുന്നതാണ് പ്രശ്നത്തിന് കാരണം. മാത്രമല്ല, സ്ഥിരമായി മേക്കപ്പ് ധരിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ചിലർക്ക് വരുന്നുണ്ട്. ഇത്തരം സ്ഥിരമായി മേക്കപ്പ് ഉപയോഗിക്കുന്നവർക്ക് ചർമ്മത്തിൽ വീക്കം, തിണർപ്പ്, ചുവപ്പ് നിറം എന്നിങ്ങനെ പലതും ഉണ്ടാകാം. അതുപോലെ രശ്മികയ്ക്കും ചിലത് പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് വരുന്ന വാർത്തകൾ. ഷൂട്ടിങ്ങിനിടെ മണിക്കൂറുകൾ മേക്കപ്പ് ഇടുന്നതിലും ലൈറ്റുകളുടെ ചൂട് കാരണം മേക്കപ്പ് ഉരുകുന്നതുമൊക്കെ പ്രശ്നമാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ കലർത്തിയ രാസവസ്തുക്കളുടെ ഉപയോഗം പിഗ്മെന്റേഷൻ വർദ്ധിപ്പിക്കുന്നു. ഇതിനോടൊപ്പം മുടി കൊഴിയുകയും ചർമ്മം വരണ്ടതായി തീരുകയും ചെയ്യും. സൊറിയാസിന്റെ ഗണത്തിൽപ്പെടുന്ന അസുഖങ്ങളാണ് പിന്നീട് സംഭവിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ നിസാരമായി കാണരുതെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. എന്നാൽ അസുഖത്തെക്കുറിച്ച് രശ്മികയോ നടിയുമായി ബന്ധപ്പെട്ടവരോ ഇനിയും പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, പ്രചരിക്കുന്നത് പോലെ ഭീകരമായ പ്രശ്നങ്ങൾ നടിക്ക് ഇല്ലെന്നാണ് സൂചന. നിലവിൽ പുഷ്പയുടെ പ്രമോഷനും മറ്റുമായി നാട്ടിലും വിദേശത്തുമായി രശ്മിക പ്രോഗ്രാമുകളിൽ തിരക്കുകളിലാണ്. ഇതിനു പുറമെ നിരവധി ചിത്രങ്ങളിലും രശ്മിക അഭിനയിക്കുന്നുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് സൂപ്പർ നായിക പദവിയിലേക്ക് രശ്മിക എത്തിയത്. കന്നഡ ചലച്ചിത്ര മേഖലയിലായിരുന്നു രശ്മിക നായികയായി ആദ്യം എത്തിയത്. അതിനുശേഷമാണ് തെലുങ്കിൽ സജീവമായത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.